നമസ്തേ. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തെ വീണ്ടും ഏറിൽ കയറ്റിയിട്ടുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തെ ഇപ്പോ ഏറിൽ കയറ്റിയത് എന്തിനാണ് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അദ്ദേഹം ചെങ്ങന്നൂരിൽ നടന്ന പമ്പ സാഹിത്യോത്സവത്തിൽ പ്രസംഗിക്കവേ അദ്ദേഹം പറഞ്ഞു, അമ്മമാര് തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള പാചക രീതികളെല്ലാം തന്നെ കുട്ടികൾക്ക്, അതായത് പെൺമക്കൾക്കും മരുമക്കൾക്കും പറഞ്ഞു കൊടുക്കണം എന്നൊരു സെന്റൻസ്, ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഇതൊരു വലിയ സ്ത്രീവിരുദ്ധതയായി മാറി എന്നുള്ളതാണ്. ഇത് സ്ത്രീവിരുദ്ധതയായി മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളത് സ്ത്രീ ആയിട്ടുള്ള എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഒന്ന്, സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം അനുഭവിക്കുന്ന, അതായത് സ്ത്രീയെ പറ്റിയിട്ടൊരു പരാമർശം നടത്തുമ്പോൾ അത് ഒരാളുടെ മകളാവാം, ഭാര്യയാവാം, പെങ്ങളാവാം, അല്ലെ? ഇത് സത്യത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീയെ മാത്രമല്ല, സ്ത്രീയിലൂടെ ഈ സമൂഹത്തിലെ ആങ്ങളമാരെ, ചേട്ടന്മാരെ, അനിയന്മാരെ, അച്ഛന്മാരെ, ഭർത്താക്കന്മാരെ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സാധാരണ രീതിയിലുള്ള ഒരു സ്ത്രീവിരുദ്ധ പരാമർശമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഈ ഉള്ളവർക്ക് തോന്നിയില്ല എന്നുള്ളതാണ് വസ്തുത. ഭക്ഷണവും പാചകവും ചെയ്യലാണല്ലോ വലിയ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതിൽ പെൺമക്കൾ എന്നുള്ളതിൽ നിന്ന് പെണ്ണും മരുമക്കൾ എന്നുള്ളതിൽ നിന്ന് മരവും മാറ്റിയിരുന്നുവെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ഈ ഒരു കടമ്പ കടന്ന് മുന്നോട്ട് പോയിരുന്നേനെ എന്നാണ്. നോക്കൂ, അപ്പൊ മക്കൾക്ക് ഭക്ഷണ പാചക രീതികൾ പറഞ്ഞു കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രി സത്യത്തിൽ ഇപ്പൊ നിലം തൊട്ട് നിന്നേനെ. ഇനി മുഖ്യമന്ത്രിക്ക് ഇതേക്കുറിച്ച് വലിയ വിഷയമുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാനും പാടില്ല. അദ്ദേഹത്തിന്റെ അടുത്തടുത്ത പരിപാടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനൊന്നും അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിനിടെ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ഭക്ഷണവും പാചകവും ഒക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് സ്ത്രീവിരുദ്ധമാകുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. അതിൽ ഞാൻ കണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, പെൺമക്കൾ എന്നുള്ളതിലെ പെണ്ണും മരുമക്കൾ എന്നുള്ളതിലെ മരുവും മാറ്റാതിരുന്നതാണ് എന്നുള്ളതാണ്. ഇതിൽ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? സ്വാഭാവികമായും ഇപ്പൊ ഇതിനെ അനുകൂലിച്ച് പോസ്റ്റുകൾ ഇടുന്ന പുരുഷന്മാർ പോലും മിക്കവാറും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അമ്മേ എടി ഒരു ഗ്ലാസ് വെള്ളം, ഇത്തിരി കൂടി ചോറ്, കുറച്ച് കറി ഇങ്ങ് എടുത്ത് അതങ്ങ് എടുത്തോണ്ട് വന്നേ. ഇനി ഇടുന്ന അണ്ടർവെയർ പോലും എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാത്ത മഹാന്മാരാണ് മുഖ്യമന്ത്രിയെ ഏറിൽ കയറ്റാനായിട്ട് ഇങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ഈ പറയുന്ന വിഷയങ്ങളൊന്നും തന്നെ ഒരു സ്ത്രീവിരുദ്ധമായിട്ട് മാറുന്നില്ല. സത്യത്തിൽ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ചിലരെങ്കിലും നടത്തുന്ന, ചില മാധ്യമങ്ങളെങ്കിലും നടത്തുന്ന ചില കളികളല്ലേ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ഇനി ഇതൊന്നും വേണ്ട. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ബജറ്റ് വരുമ്പോൾ അടുക്കള ബജറ്റിന്റെ താളം തെറ്റി സ്ത്രീകൾ പ്രശ്നത്തിലാകുന്നു. ഈ അടുക്കള ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങൾ തന്നെയല്ലേടോ ഈ വാർത്ത കൊടുക്കുന്നത്. അടുക്കള എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണെന്ന് അപ്പോ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ആരാണ്? ഈ മാധ്യമങ്ങളും ഒക്കെയാണ്. അതിൽ പ്രതികരിക്കുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെ ഇത് പുരുഷന്മാർക്കും കൂടെ താളം തെറ്റുന്നുണ്ടല്ലോ എന്ന്? അങ്ങനെ ദൈവം സഹായിച്ച ഒരു പുരുഷനും പറഞ്ഞിട്ടില്ല. ഈ വാർത്തകൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഡിബേറ്റുകൾക്കിരിക്കുന്ന പുരുഷന്മാര് പോലും ഇത് പറഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ. ഇനി ഇതൊന്നുമല്ല, മറ്റൊരു കാര്യമുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള വിലവർധനയുണ്ട്. നമുക്ക് ആവശ്യപ്പെടാം, എന്റെ പൊന്നു മുഖ്യ ജീവിക്കാൻ മേല, ഇതിന്റെ അവശ്യ സാധനങ്ങളുടെ ഒക്കെ ഒന്ന് വില കുറച്ചു തരും. ഇനി അതുമല്ലാതെ മറ്റൊരു കാര്യമുണ്ട്, വെളിച്ചെണ്ണയുടെ വില അങ്ങ് റോക്കറ്റിലേറി പോയിട്ട് ഒരു സ്ഥലത്തും ഇങ്ങനെ വന്ന് നിൽക്കണം, ഇടയ്ക്ക് തൃശങ്കുവിൽ വന്ന് നിൽക്കണം. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നില്ല. ഈ പോരാത്തതിന്റെ വില കുറച്ച് താഴ്ത്തി തന്നിരുന്നെങ്കിൽ ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഇതൊരു ആശ്വാസമാകുമായിരുന്നില്ലേ? ഇതിപ്പോൾ ചില ഹാൻഡിലുകൾ ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. നേരത്തെ പൂക്കി മുഖ്യൻ എന്നുള്ള ഒരു പേര് വന്നപ്പോ അതിനെതിരെ പൂക്കി ആയിരുന്നിട്ട് എന്ത്, മൂപ്പർ ഇവിടെ എങ്ങും ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു.
പ്രിയദർശിനി വന്ന സമയത്ത് ഞാനും പറഞ്ഞിരുന്നു. അതിന്റെ സമയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ഒരു വസ്തുത മാറിപ്പോയി. അത് എന്നെ അതിന് താഴെ കമന്റ് ആയിട്ട് വന്ന് ഓർമ്മിപ്പിച്ച ഒരുപാട് പേരുണ്ട്. ആ ഒന്ന് രണ്ട് പേര് ഇത് ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് സത്യത്തിൽ ഞാനും അത് ശ്രദ്ധിക്കുന്നത്. എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. നമുക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കാനും തിരുത്താനും സാധിക്കുന്നിടത്താണ് മനുഷ്യനായിട്ട് മാറുന്നത്. അല്ലാതെ ഒരാൾക്ക് നേരെ പ്രത്യേകമായിട്ടുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്തു വെച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്താലും പ്രശ്നമാണ് എന്നുള്ള തരത്തിലേക്കുള്ള നറേറ്റീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നത്. അദ്ദേഹം വന്നു 2 മാസം ആവുന്നു. ഈ ഒരു ഭരണം എങ്ങനെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ കുറിച്ചല്ലേ സത്യത്തിൽ സംസാരിക്കേണ്ടത്. നമുക്ക് സ്ത്രീകളോട് ബഹുമാനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെ ബഹുമാനമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പറയേണ്ടത് സ്ത്രീവിരുദ്ധമല്ല. നിങ്ങൾക്ക് പറയാമായിരുന്നു മുഖ്യമന്ത്രി, ഇങ്ങനെയല്ലേ വേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ സ്ത്രീ അടുക്കളയിൽ കയറുന്നതും സ്ത്രീ പാചകം ചെയ്യുന്നതും ഒരമ്മ മക്കൾക്ക് കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നതും ഒക്കെ ഇപ്പോ സ്ത്രീവിരുദ്ധമായിട്ട് മാറുകയാണ്. അതിന് പിന്നിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ആർക്കും മക്കളോടോ മരുമക്കളോടോ ആരോടോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു സമയമില്ല. ഒരു പാചകം കൈമാറി വരുന്നത് എന്ന് പറയുന്നത് പണ്ട് മുതൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മക്കളോ മരുമക്കളോ ഒക്കെ ആയിക്കോട്ടെ, വരുമ്പോൾ ആ അടുക്കളയിൽ നിന്നുകൊണ്ട് ഒരു ഉള്ളി എടുത്ത് നന്നാക്കിക്കൊണ്ട് അമ്മയോട് കുശലം പറഞ്ഞ് ഇത് ചെയ്യുന്ന രീതിയൊക്കെ നോക്കി അന്നത്തെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാതെ തന്നെ ഇത് മനസ്സിലായി പോവുകയാണ്. ഇന്ന് വേണ്ടിയിരുന്നത്, ഇന്ന് എത്രയോ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ നന്നായി മികച്ച രീതിയിൽ പാചകം ചെയ്യും. നമ്മൾ പറയല്ലോ നളപാചകം എന്നൊക്കെ. അപ്പൊ പാചകം ചെയ്യുകയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി നോക്കുകയും ചെയ്യുന്നവരുണ്ട്. മക്കളെ പറഞ്ഞു വിടുന്നത് അടക്കമുള്ള, അതായത് സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞു വിടുന്നത്, വിളിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അടക്കമുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പൊ അതെല്ലാം ഇന്ന് സ്ത്രീകളുടേത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പൊ അതിലൊരു സ്ത്രീവിരുദ്ധതയല്ല. അദ്ദേഹം ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞതാണ്. അമ്മമാരാവുമ്പോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അത് മറ്റൊന്ന്, ഇത് നമ്മുടെ മറ്റൊരു കാര്യത്തെ കൂടി സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞത്. എനിക്കിപ്പോ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചിട്ട് മുഖ്യമന്ത്രി വന്ന് പ്രത്യേകിച്ച് ഒന്നും തരാനും പോകുന്നില്ല. ഞാൻ പണിയെടുത്താൽ എനിക്ക് ജീവിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പരമ്പരാഗതമായ ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ചില അമ്മമാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയും, വല്ലാത്ത ടേസ്റ്റ് ആണ് ആ അമ്മയുടെ കറി കൂട്ടി കഴിക്കാനായിട്ട്. ആ അമ്മ അത് ഉണ്ടാക്കുന്നത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് ട്ടോ, അമ്മയുടെ സ്പെഷ്യൽ ആണ് അതെന്നൊക്കെ പറയും. ഇപ്പൊ അതൊന്നുമില്ല. നമ്മൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഈ പാക്കറ്റ് ഫുഡ്സ് ആണ്. മന്തി, അത്തരത്തിലുള്ള വിദേശ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. നമ്മുടെ തനത് ഭക്ഷണങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ രുചിക്കുന്നുണ്ടോ ഇപ്പൊ? അതൊന്നും ഉണ്ടാക്കാൻ ആർക്കും വയ്യ. ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ആയിരിക്കും ആലോചിച്ചത് എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തനത് ഭക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയാതെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അദ്ദേഹം സ്വയമായിട്ട് കറക്റ്റ് ചെയ്ത് പോകുന്ന ഒരാളായിട്ടും കൂടി തോന്നിയിട്ടുണ്ട്. PR വർക്ക് ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് PR വർക്ക് ഇല്ലാതെ ആർക്കും നിന്ന് പോകാൻ പറ്റില്ല. ഇനി ഇതൊരു PR ആണോ എന്ന് ചോദിച്ചേക്കരുത്. PR വേണ്ടി ആരും പറയുന്നുമില്ല. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്. നമുക്ക് തോന്നുന്ന ഒരു വാസ്തവമായിട്ടുള്ള കാര്യം പറയുന്നു എന്നുള്ളത് മാത്രം. അപ്പോ അദ്ദേഹം സ്വയമായിട്ടും അദ്ദേഹം മെനോപോസിനെ കുറിച്ചും മെനോപോസിനെ കുറിച്ചും ആർത്തവത്തെ കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം അത് മനസ്സിലാക്കുകയും ഞാൻ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് എന്ന് പറയുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ മകൾ തിരുത്തുകയാണ്, മാൻ വേഴ്സസ് ആനിമൽ പ്രശ്നമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അല്ല, അത് ഹ്യൂമൻ വേഴ്സസ് ആനിമൽ ആണ് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു മകളെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പൊ അത് ചെയ്യുന്ന ഒരു മനുഷ്യൻ നമുക്ക് മുമ്പിൽ വന്ന് നിന്ന് വളരെ കാര്യമായിട്ട് പറയുകയാണ്, ഇന്ന ഇന്ന കാര്യങ്ങൾ, ഭക്ഷണ രീതികൾ, പാചകം ചെയ്യുന്നത് നിങ്ങൾ പെൺമക്കൾക്കും മരുമക്കൾക്കും അമ്മമാര് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിനെ മാത്രം അടർത്തി എടുത്തുകൊണ്ട് ഈ ആഴ്ചത്തെ അദ്ദേഹത്തെ പൊങ്കാലയിടാനുള്ള ഒരു മാറ്ററായിട്ട് കണക്കാക്കുന്നതിന് പിന്നിൽ അതിൽ ചിലരുടെയെങ്കിലും ഒക്കെ
ചില വ്യക്തി താല്പര്യങ്ങൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി നാളെ അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്നാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളോട് തന്നെ പറയും ആ ചെയ്തത് ശരിയായില്ല എന്നുള്ളത്. അത് സ്വീകരിക്കാനും മനസ്സിലാക്കാനും വേണ്ടുന്ന സഹിഷ്ണുതയും പാകതയും ഒക്കെ ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രം ശരി, ഞാൻ എനിക്കെതിരെ പറയുന്നവരെ മുഴുവനും ഞാൻ രാഷ്ട്രീയപരമായി ഏത് രീതിയും അടിച്ചിടും എന്ന് പറയുന്ന ഒരു നിഗമനം. പിന്നെ ഇത്രയ്ക്ക് കുറച്ച് ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ അങ്ങ് കുറിക്ക് കൊണ്ടു എന്ന് പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ ഒരു വിലയെ കളയുന്ന രീതിയിലേക്കൊക്കെ കുറച്ച് കാണിക്കാത്ത രീതിയിലേക്ക്, അതായത് കുറച്ച് കാണിക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൊണ്ടുപോകാതിരിക്കുന്നതല്ലേ കുറച്ചുകൂടി ഭംഗി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.